ഒരുപാട് പേര് ചോദിച്ചു. ഒരു എക്സ്ട്രാ വരുന്ന നമ്മൾ 3 ഇഞ്ച് പോർഷൻ ഇതിൽ നിന്നോ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ചെറിയ പ്ലേറ്റുകൾ ഇട്ട് എന്തെങ്കിലും ഒരു ഡിസൈന് എനിക്ക് നിർബന്ധമാണ്. പ്ലീറ്റഡ് വീനൊക്കെ വരുന്ന ഒരു കുർത്തിയുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നെക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യം കുർത്തിയുടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ മെഷർമെൻറ്റ് നോക്കാം. മടക്ക് വശത്തുനിന്ന് 3 ഇഞ്ച് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് വരച്ചെടുക്കണം. ശേഷം ആ മാർക്ക് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ 3 ഇഞ്ച് ഭാഗം, അത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കണം. ഈ ഒരു എക്സ്ട്രാ വരുന്ന നമ്മൾ 3 ഇഞ്ച് മടക്കി വെച്ചല്ലോ, ആ പോർഷനിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ്റെ അളവുകൾ മാർക്ക് ചെയ്യാം. അത് നെക്ക് വിഡ്ത്തായിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് കഴിഞ്ഞതിന് ശേഷം 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്ക് വിഡ്ത്തായിട്ട് എടുത്ത ഈ 2.5 ഇഞ്ചും പിന്നെ എടുത്ത 1.5 ഇഞ്ചും, അങ്ങനെ 4 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം താഴേക്ക് ഒരു 13 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് വിഡ്ത്തിൽ ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മേലെ ഒരു 1.5 ഇഞ്ചല്ലേ എക്സ്ട്രാ മാർക്ക് ചെയ്ത്, ആ ഒരു 1.5 ഇഞ്ച് അതേ അളവ് തന്നെ ഇവിടെ താഴെയും കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മേലെ അടയാളപ്പെടുത്തിയ 1.5 ഇഞ്ചിൽ നിന്ന് താഴെ അടയാളപ്പെടുത്തിയ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഒരു ചെരിഞ്ഞ ലൈനായിരിക്കും അത്. ഈ ഒരു പോർഷനിലാണ് ആ നെക്കിൻ്റെ പടി വെച്ച് കൊടുക്കുന്നത്. നെക്ക് സ്റ്റിഫായിട്ട് നിൽക്കാൻ ഒരു 2 സൈഡിലും പടി വെച്ച് കൊടുക്കും. ആ ഒരു ഭാഗമാണിത്. ഇനി നമുക്ക് ഈ ബാക്ക് പോർഷൻ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കാം. ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പോർഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം മടക്കി വെച്ചിരുന്നില്ലേ ഒരു ഭാഗം, ആ ഒരു ഭാഗം നിവർത്തി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ ആ 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വി ഷേപ്പിലുള്ള ഭാഗം മുകളിൽ വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ സീം അലവൻസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ആ ഒരു കാര്യം മറക്കരുത്. 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് വിട്ടു കൊടുക്കാം. ഞാനിവിടെ 1/4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി 1.5 ഇഞ്ച് വിഡ്ത്തും 15 ഇഞ്ച് ലെങ്ത്തുള്ള 2 ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ലെങ്ത്തിൽ ഒരു 5 ഇഞ്ച് വിഡ്ത്തുള്ള 2 ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട്. ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഇത്ര വേണ്ടി വരില്ല, എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതുപോലെ ക്യാൻവാസ് ആ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. 2 ക്ലോത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ ക്യാൻവാസ് പേപ്പറിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം താഴെ വരുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വീനെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിനെ നിവർത്തിയിടുക. ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, താഴെ വരുന്ന ഈ ഭാഗം, നമ്മൾ 3 ഇഞ്ചാണ് അവിടെ എടുത്തിരുന്നത്. അപ്പോൾ ഇത് 6 ഇഞ്ചുണ്ട്. ഈ 6 ഇഞ്ച് ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് അത് 3 ഇഞ്ച് വരുന്നത് വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. 3 ഇഞ്ചാണ് നമുക്ക് വേണ്ട അളവ്. അതുവരെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്തെടുത്ത ഈ ഒരു 2 സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതിൽ 1.5 ഇഞ്ചാണ് ക്യാൻവാസ് പേപ്പറിൻ്റെ വിഡ്ത്ത്. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് കൂടെ സീം അലവൻസിനായിട്ട് വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 1/4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം, സീം അലവൻസ് ആയിട്ടുള്ള 1/4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലൈസ് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സ്ട്രാപ്പിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ സ്ട്രാപ്പ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ രൂപത്തിൽ നമ്മൾ പ്ലീറ്റൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ആ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ലേസുള്ള ഭാഗം അടിയിലേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ലേസ് സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലൂടെ ഒന്ന് അടിച്ചെടുക്കുക താഴെ വരെ. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ്. ഇനി ഇതിന് ശേഷം ഇങ്ങോട്ടേക്ക് മറിച്ചെടുക്കണം. ഈ 2 സ്ട്രാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നിവർത്തി വെക്കുക. അതിന് മുന്നായിട്ട് ഈ 2 കോർണറിലും ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ സ്ട്രാപ്പും പ്ലീറ്റൊക്കെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു പോർഷനിലൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം. അടിയിലുള്ള പോർഷനൊക്കെ ഒരേ ലെവലിൽ വെച്ചിട്ട് തന്നെ 2 തവണ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക.
പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്തെടുത്താൽ നല്ല വൃത്തി തന്നെ കിട്ടും. ഇനി ഇതാ ഈ നെക്കിൻ്റെ നമ്മളെ സ്ട്രാപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു പീസ് എടുത്തിട്ട് മടക്കിയിട്ട് അതിന് നമ്മൾ നെക്ക് പോർഷൻ എത്ര വിടുത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആക്കിയിട്ട് മെഷർ ചെയ്തെടുത്തിട്ട് ആ ഒരു വിടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ അടിയിലൊരു പീസ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു അറ്റത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെക്ക് വിഡ്ത്ത് കറക്റ്റ് ലെങ്ത് ആണോ എന്നുള്ളത്, വിഡ്ത്ത് കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. 2.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നെക്കിൻ്റെ വിഡ്ത്തായിട്ട്. ഞാൻ സ്മോൾ സൈസാണ് ചെയ്യണത്. അപ്പോൾ അത് 5 ഇഞ്ച് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് തന്നെ നോക്കണം, അളന്ന് നോക്കണം. എന്നിട്ടാണ് ഈ അടിയിലുള്ള ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ നെക്ക് പോർഷൻ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനും കൂടെ ഇതിൻ്റെ താഴെ വെച്ചിട്ട് 2 ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്തും അതേപോലെ 2.5 ഇഞ്ച് തന്നെ അതിൻ്റെ വിടുത്തും 7 ഇഞ്ച് ആം ഹോൾ ലെങ്ത്തും ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവും കൂടെ ഒന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫുൾ സ്ലീവാണ് ചെയ്തെടുക്കേണ്ടത്. സ്ലീവിൻ്റെ ബോട്ടം പാർട്ടിൽ 7 ഇഞ്ചാണ് വിടുത്തെടുത്തിട്ടുള്ളത്. അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എനിക്ക് വേണ്ടത് 20 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ താഴെ 1 ഇഞ്ചും മുകളിൽ 1/2 ഇഞ്ചും അങ്ങനെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 21.5 ആണ് സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കുഴിച്ചാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ആ ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കണം. നമ്മൾ നെക്കിൽ ഉപയോഗിച്ച ആ ലേസ് ഉണ്ടല്ലോ, അതിനെ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിൽ എന്തെങ്കിലും ഒരു ഡിസൈന് എനിക്ക് നിർബന്ധമാണ്. സ്ലീവിൻ്റെ പോർഷനാണല്ലോ നമുക്ക് പുറത്തേക്ക് കൂടുതലായിട്ട് വിസിബിളായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ ഈ സ്ലീവ് പ്ലെയിനായി കിടക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഡിസൈൻ അതിൽ ഉണ്ടായാൽ ആ ഡ്രസ്സിന് പ്രത്യേക ഒരു ലുക്കാണ്. അതിനായിട്ട് സ്ലീവിൻ്റെ ബോട്ടം പാർട്ടിൽ 1 ഇഞ്ച് മേലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു രീതിയിൽ ലൈൻ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഓരോ ഇഞ്ചായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം. മെഷറിംഗ് ടേപ്പിൽ 1 ഇഞ്ചായിട്ട് ആദ്യത്തെ 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി പോകും, സീം അലവൻസ് ആയിട്ട് പോകും. ബാക്കിയുള്ള പോർഷനിലൊക്കെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ലേസിൻ്റെ ഓരോ ഭാഗങ്ങൾ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ആ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ച് ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് പോട്ട്ലി ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി 1.5 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രാപ്പ് എടുത്തിട്ട് അതിലൊരു 1/2 ഇഞ്ച് ഇതുപോലൊന്ന് മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് അതിന് മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ സ്ട്രാപ്പ് എടുത്താൽ മതി. ഇനി ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് മറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം ഭാഗം ഉണ്ടല്ലോ അത് മാത്രം ഇങ്ങനെ സ്ലീവിൽ വിസിബിളായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതിനുശേഷം മടക്കി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ ഉള്ളിലേക്ക് വെക്കുക. ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം 1 ഇഞ്ച് അവിടെ സ്ലീവിൻ്റെ അറ്റത്ത് എക്സ്ട്രാ ഇട്ടിരുന്നല്ലോ, അതിന് താഴേക്കായിട്ടാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ കുറച്ചൊരു സ്റ്റിഫ്നെസ് കിട്ടും ആ അടിഭാഗത്തിന്. ഇനി അവസാനമായിട്ട് സ്ലിറ്റിൻ്റെ പോർഷനും ബോട്ടം പാർട്ടും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം.